ഭോപ്പാലിൽ വഴിതടഞ്ഞ മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടിയെ ഒരു കാലത്ത് ന്യായീകരിക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി. സംഘപരിവാർ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് സംഭവം. കേരളത്തിലായിരുന്നുവെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലെ സന്ദർശനം നടത്തിയപ്പോൾ ആരും തടഞ്ഞിട്ടില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതിലേക്ക് ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സംഘടിപ്പിച്ചൊരു കാര്യമാണ്. ഭോപ്പാലിൽ കണ്ടത് RSSന്റെ സംസ്കാരമാണെന്നും പിണറായി പറഞ്ഞു. RSSന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് മധ്യപ്രദേശ് സർക്കാരും പോലീസും സ്വീകരിച്ചത്. അത് RSSന്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. വലിയ സംഘർഷം നിലനിന്നിരുന്ന സമയത്താണ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് കണ്ണൂരിൽ വന്നത്. അന്ന് സംസ്ഥാന സർക്കാരും പോലീസും എല്ലാ സഹായങ്ങളും ഒരുക്കിയത് പിണറായി ഓർമ്മിപ്പിച്ചു. എന്നാൽ നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു കണ്ണൂരിൽ തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചർച്ചയിൽ നമ്മോടൊപ്പം ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, BJP നേതാവ് ജോർജ് കുര്യൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KPCCയുടെ ജനറൽ സെക്രട്ടറി VS രാജേഷ്, മാധ്യമപ്രവർത്തകൻ. അതിഥികളിലേക്ക് എത്തും മുമ്പ് ശ്രീ PM മനോജ്, കഴിഞ്ഞ ദിവസം ഭോപ്പാലിലെ നടപടിയെ ഏത് രീതിയിൽ അപലപിക്കേണ്ടി വരികയാണ് ഈ സാഹചര്യത്തിൽ? ഇവിടെ സംഭവം നടന്നു, അതിനുശേഷം ഇത്രയും നിമിഷം കഴിഞ്ഞിരിക്കുന്നു, നടപടികളെ അടക്കം അവർ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു, ഒക്കെ ഉണ്ടായിട്ട് കൂടി ഇപ്പോഴും ഒരു ജനാധിപത്യ ധ്വംസനത്തിലേക്ക്, നിയമവാഴ്ചയ്ക്ക് എതിരെയുള്ള വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട്? എത്രത്തോളം ഇതിനെ വിലയിരുത്താൻ കഴിയും? ഇതിൽ ഖേദപ്രകടനം കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല. ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന്, രാജ്യത്തിൻ്റെ ഭരണഘടന, ആ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ അത് ലംഘിച്ചിരിക്കുന്നു. അത് ലംഘിച്ചത് സാധാരണ പൗരന്മാർക്ക് ഉറപ്പായും ലഭ്യമാകേണ്ട അവകാശങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് നിഷേധിച്ചിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. രണ്ടാമത്തത് മലയാളിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്, പ്രവാസികൾ. അപ്പോൾ അവിടെയൊക്കെ മലയാളികളുടെ കൂട്ടായ്മയുണ്ട്, മലയാളി സമാജങ്ങളുണ്ട്. ആ സമാജങ്ങൾ കേരളത്തിൽ നിന്നൊരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ചെല്ലുമ്പോൾ അവരെ കാണാനും അവരോട് സംവദിക്കാനും താല്പര്യപ്പെടും. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ രാജഭരണം നിലനിൽക്കുന്ന UAE പോലുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയും മലയാളി കൂട്ടായ്മകളുണ്ട്. ഈ മലയാളി കൂട്ടായ്മകളെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെന്ന് കാണുന്നുണ്ട്, അവർ തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്, അവർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇത് അങ്ങനെ UAE പോലുള്ള രാജാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത്, മധ്യപ്രദേശിൽ, ഈ വിലക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അവിടെയുള്ള മലയാളി സമാജത്തിൻ്റെ സ്വീകരണത്തിന് പോകാൻ പാടില്ല എന്ന് അവിടുത്തെ RSS നയിക്കുന്ന ഭരണം, ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഭരണം ആജ്ഞാപിച്ചിരിക്കുന്നു. അത് നടപ്പാക്കിയിരിക്കുന്നു. ഇത് വലിയൊരു സൂചനയാണ്. അതായത് മലയാളികളെ, ഞങ്ങൾക്ക് അനുകൂലമായ ഭരണമല്ല അവിടെയെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നതെങ്കിൽ, കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണാധികാരികളെ കാണാനുള്ള അവസരം പോലും നൽകില്ല എന്ന പ്രഖ്യാപനമാണ് RSS അവിടെ നടത്തിയത്. അതിൻ്റെ അപകടം വളരെ വലുതാണ്. ഇപ്പോൾ ചിലപ്പോൾ ജോർജ് കുര്യനല്ല, അദ്ദേഹത്തിൻ്റെ നേതാവുണ്ട് കുമ്മനം രാജശേഖരൻ നേരത്തെ ചോദിക്കുന്നത് കേട്ടത്, ഈ BJP ആഫീസ് കേരളത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ, അതുകൊണ്ട് ഇത് ന്യായീകരിച്ചുകൂടെ എന്ന്. എന്താണ് ഇവരുടെ നിലവാരം? അതായത് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെ ലംഘിക്കുന്ന ഒരു കാര്യം, ഭരണഘടന RSSന് പറഞ്ഞതല്ല. കാരണം RSS ഭരണഘടന അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കാനുള്ള താല്പര്യം പോലും തങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് RSS പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്നത്. അവർ പരിവാരത്തെ ഈ ഭരണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. RSSൻ്റെ ഭൃത്യന്മാരുടെ റോളെ BJPക്കുള്ളൂ. RSS ആജ്ഞാപിക്കുന്നു, BJP നടപ്പാക്കുന്നു. അപ്പോൾ RSSൻ്റെ ആജ്ഞയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഭരണം മധ്യപ്രദേശിൽ നടപ്പാക്കിയത്. ഇന്ത്യയിൽ ഉന്മൂലനം ചെയ്യേണ്ട 3 കക്ഷികളെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി നിലനിൽക്കുന്ന കേരളം, ആ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തനായ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മലയാളികളെ ഭോപ്പാലിൽ ചെന്ന് കാണേണ്ടതില്ല എന്ന ധിക്കാര പ്രകടനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണവും കൂടിയാണ് ഇവർ
തുടങ്ങി വെച്ചിരിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, അപകടകരമായ ഒരു സൂചനയായി ഇത് മാറുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നടപടിയെ അപലപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ഇവിടെ സംഘപരിവാറിന്റെ സംസ്കാരം അതാണ് അവിടെ പ്രകടമായത് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു അപലപിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയല്ലേ? പ്രത്യേകിച്ച് അവിടെ ചെല്ലുന്നത് പിണറായി വിജയനല്ല, മറിച്ചൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ മര്യാദ, സ്വാഭാവികമായ ചില കീഴ്വഴക്കങ്ങൾ, കാഴ്ചപ്പാടുകളും ഒക്കെയുണ്ട്. അതെന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടു? അല്ല, ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടി സമയം തരണം. സാധാരണ രീതിയിൽ ഇവിടെ സംഭവിച്ചത് ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ പിഴവാണ്. ഒരു മുഖ്യമന്ത്രി മറ്റൊരു സ്റ്റേറ്റിൽ വരുന്ന അവസരത്തിൽ, വേറൊരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി വരുന്ന അവസരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടെങ്കിൽ താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോയി ആ VIP-യോട് പറയുക എന്നുള്ളതല്ല. അതിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി പറയുന്നു. സാധാരണ രീതിയിൽ അത് ഒരു സംസ്ഥാന തലത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ ആൾ, അത് DGP-യോ ADGP-യോ ഒക്കെ ആയിരിക്കും, ആ തലത്തിലുള്ള ആൾ. അത് അവിടെ എത്തണമെങ്കിൽ, ഇതിപ്പോൾ SP പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, അവിടെ എത്തണമെങ്കിൽ IG-യും അതുപോലെ തന്നെ ADGP-യും ഒക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ DGP തലത്തിലെത്തുക. അവിടെ നിന്ന് കേരളത്തിലെ ആ സെയിം ഏതാണ്ട് തത്തുല്യമായിട്ടുള്ള പദവിയിലുള്ളതിലേക്ക് അറിയിക്കുകയും അവർ മുഖ്യമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യുന്ന ആ സുരക്ഷയുടെ ആളിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇത് സംഭവിച്ചത് ഒരു ഉദ്യോഗസ്ഥൻ പോയി മുഖ്യമന്ത്രിയോട് അവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ പരിപാടിക്ക് പോകുന്നില്ല എന്ന് ഇരിക്കുന്ന അവസരത്തിലാണ് ഇൻ്റലിജൻസ് അവിടുത്തെ മുഖ്യമന്ത്രി അറിയിക്കുന്നത്, അവിടുത്തെ DGP അറിയുന്നത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് ക്ഷമ പറഞ്ഞു. അതുപോലെ DGP നേരിട്ട് വന്നിട്ട് അദ്ദേഹം പാഞ്ഞു വന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ക്ഷമ പറഞ്ഞു. മാത്രമല്ല അവിടുത്തെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. പക്ഷേ അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഇത് ക്ഷമ പറഞ്ഞിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി തന്നെ, അവിടുത്തെ മുഖ്യമന്ത്രി ആ നിമിഷം തന്നെ ബന്ധപ്പെട്ടു. അതുപോലെ DGP-യും ബന്ധപ്പെട്ടു. ഇപ്പോൾ ഉന്നത തലത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞ അവസരത്തിൽ അതിൻ്റെ DGP നേരിട്ട് വന്ന് അതിൻ്റെ താഴത്തെ ഉദ്യോഗസ്ഥന് പറ്റിയ ആ തെറ്റ്, അതിനെപ്പറ്റി മാപ്പ് പറഞ്ഞ അവസരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്തും പറഞ്ഞോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി അത് ഇത്രയും സംഭവിച്ചു എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം ആ ലിമിറ്റിൽ നിൽക്കേണ്ടതായിരുന്നു. അദ്ദേഹം അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ പല പാളിച്ചകളും ഉണ്ടാകാറുണ്ട്. ആ പാളിച്ച അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുകയും ക്ഷമ പറയുകയും ചെയ്ത അവസരത്തിൽ ഗവൺമെൻറ് തലത്തിൽ അത് അവസാനിപ്പിക്കാമായിരുന്നു. പാർട്ടി തലത്തിൽ എന്തും പറയാം, അത് രാഷ്ട്രീയമാണല്ലോ. അതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും P. മനോജിലേക്ക് മടങ്ങിയെത്താൻ മറുപടിക്ക് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ക്ഷമ പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമാണോ ഇത്? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്ന് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും ഇത് ആദ്യ അനുഭവമായി മാത്രം നമ്മളിതിനെ കാണേണ്ടതുണ്ടോ? ചില സഹിഷ്ണുതകൾ നേരത്തെ തന്നെ ഒക്കെ ഉടലെടുത്തതിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് വേണമോ ഇതിനെ കാണാൻ? എന്ത് സന്ദേശമാണ് ശ്രീ സുരേഷ് ബാബു നൽകുന്നതിലൂടെ? വളരെ ലഘുവായി ഈ പ്രശ്നത്തെ ചിത്രീകരിക്കാൻ ശ്രീ ജോർജ് കുര്യൻ ശ്രമിച്ചത് എനിക്ക് കേൾക്കാനിടയായി. അത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് പാർട്ടി പറയുന്നതാണ്, രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ശ്രീ ജോർജ് കുര്യൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമാണ്, അത് BJP-യുടെ മാത്രം ഒരു വ്യാഖ്യാനമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമല്ലോ. ഇവിടെ പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ അല്പസ്വല്പം വ്യത്യസ്തമാണ് എന്നതാണ് വസ്തുത. ഗവൺമെൻറ് അതിൻ്റെ ഒരു മിഷനറി, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകേണ്ടുന്ന പരിരക്ഷാ നിയമം ഇവയൊക്കെ അത് നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഗൗരവമായൊരു പ്രശ്നം.
40 RSS വളണ്ടിയർമാർ ബജറംഗ് ദളുകാർ പ്രകടനം നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ റാങ്കിനെ കുറിച്ചൊന്നും വ്യാകുലപ്പെടുന്നില്ല, മുഖ്യമന്ത്രിയോട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഭോപ്പാൽ സന്ദർശിക്കുന്ന ഇതര സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചെന്ന് പറയുകയല്ല വേണ്ടത്, അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയുകയല്ല വേണ്ടത്. സ്വന്തം സംസ്ഥാനത്തിലെ ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ ആശയങ്ങളും ആഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങളും കേൾക്കുന്നതിന് വേണ്ടി ആ സംസ്ഥാനം സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും ഉണ്ടാക്കുന്നില്ല. ബജറംഗ് ദൾ മുഖ്യമന്ത്രി വരുന്നതിനെ തടയുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി മുഖ്യമന്ത്രിക്ക് പോകാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നതിന് പകരം ചെയ്യുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ അവിടെ പോകണ്ട, ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് മാപ്പ് പറയുകയോ ക്ഷമ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത് വേറൊരു പ്രതലമാണ്. ഇതിനുമായി കൂട്ടിക്കിഴക്കാൻ നമുക്ക് കഴിയില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യേണ്ടുന്ന ചുമതലകൾ ചെയ്യാതെ സംഭവിച്ചതിനെക്കുറിച്ച് ക്ഷമ ചോദിക്കുക എന്നത് അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും നിഹനിക്കുന്ന തരത്തിലുള്ള RSSന്റെ രാഷ്ട്രീയ സമീപനമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ശ്രീ രാജേഷ്, VS രാജേഷ്, ഇവിടെ അപകടകരമായ ദുസൂചന താങ്കൾ എവിടെയാണ് കാണുന്നത് ഈ ഒരു വിഷയത്തിൽ? അല്ല, ഇതൊരു ചെറിയ വിഷയമല്ല. ഇത് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അന്യ സംസ്ഥാനത്ത് പോകുമ്പോൾ അതിനൊരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ട്, പ്രോട്ടോകോൾ. അവിടെ ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി നേരത്തെ മനസ്സിലാക്കുക, സംസ്ഥാന ഇൻ്റലിജൻസിനെ വിവരം അറിയിക്കുക. അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഇൻ്റലിജൻസ് സംവിധാനം, പോലീസ് ഇൻ്റലിജൻസ് സംവിധാനം എന്നുള്ളത് ഇന്ത്യയിലൊട്ടാകെ എല്ലാ സംസ്ഥാനത്തും നിലനിൽക്കുന്നതാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പരിപാടി പങ്കെടുക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് കാറിൽ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ വന്ന് പറയുകയാണ് അത് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇത് സത്യം പറഞ്ഞാൽ തിണ്ണമെടുക്കെന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവിടെ പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ഒരു വിവേകം കാണിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അതൊരു പാർട്ടി നേതാവല്ല, കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ജോർജ് കുര്യൻ്റെയും കുമ്മനം രാജശേഖരൻ്റെയും എല്ലാം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം പറഞ്ഞതിന് കേൾക്കാൻ തയ്യാറായി. കാരണം പോലീസാണ് സുരക്ഷ ഒരുക്കേണ്ടത്. അത് സ്വീകരിച്ച് അദ്ദേഹം മടങ്ങി. പക്ഷേ ഇത് രാജ്യത്തിനൊട്ടാകെ ഒരു അപമാനമായി. ഇത് നാളെ ഇവിടെ ആവർത്തിച്ച് ആര് വിചാരിച്ചാലും ഒരാളെ തടയാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ പറ്റും. പക്ഷേ അതിനെല്ലാം നേരിടാനാണല്ലോ സംസ്ഥാനത്തൊരു പോലീസ് സംവിധാനം. ഇത് പോലീസ് സംവിധാനത്തിൻ്റെ പാളിച്ച മാത്രമല്ല, ഇത് വളരെ ലാഘവത്തോടെ അവിടെ ഇത് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ PM മനോജ്, ജോർജ് കുര്യൻ പറയുന്നത് പോലെ ക്ഷമ പറഞ്ഞു, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു, കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ പിഴവ്, എങ്കിലും അതൊരു അപകടകരമായ അവിടുത്തെ സംവിധാനത്തിന്റെ പാളിച്ചയാണ്, അത് അംഗീകരിക്കുന്നില്ല. ഈ ക്ഷമാപണത്തോടുകൂടി എല്ലാം തീരുന്നതാണോ പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ട് ഇതിലൊരു ഗൂഢാലോചന നിങ്ങൾ കാണുന്നു? ഇത് ഒരു തുടക്കമാണ്, ഒരു സൂചനയാണ്. ശ്രീ ജോർജ് കുര്യൻ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ, പോലീസുകാരുടെ റാങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ വളരെ വിശദമായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അംഗീകരിച്ച ഒരു കാര്യമുണ്ട്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ബജറംഗ് ദളും RSSും ചേർന്നിട്ടുള്ള ഹൂളിഗാൻ എലമെൻസ് ആണെന്ന്. ഈ ഗുണ്ടകൾ കുറേ 10-20 ഗുണ്ടകൾ ഒരു പടം എടുത്ത് പോയി ബഹളം വെച്ച് കഴിഞ്ഞാൽ മാറുന്നതാണ് അവിടുത്തെ ഗവൺമെൻറ് തീരുമാനം എന്നാണ് ശ്രീ ജോർജ് കുര്യൻ സർട്ടിഫിക്കറ്റ് നൽകിയത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഭരിക്കുന്നത് BJP അല്ല, RSS ആണ്. ആ RSS നേരിട്ട് ജനങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് മേൽ കൈവച്ച് തുടങ്ങിയിരിക്കുന്നു. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന രീതിയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന അപകടത്തിൻ്റെ സൂചനയാണ്. അതിങ്ങനെ സാങ്കേതികമായിട്ട് ആ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, മാപ്പ് പറഞ്ഞില്ലേ, അതോടെ തീർക്കണം എന്ന് പറയുന്നതാണ് ഈ വിപത്ത് മുഴുവൻ മൂടിവെക്കാനുള്ള സൂത്രം. ആ സൂത്രമാണ് വളരെ ദുർബലമായിട്ടെങ്കിലും ശ്രീ ജോർജ് കുര്യൻ ഇവിടെ പ്രയോഗിച്ചത്. എന്നാൽ ഇവിടെ വരുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് BJPക്ക് RSSന് താല്പര്യമില്ലാത്ത ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റൊരു സംസ്ഥാനത്ത് പോയി കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ ചുമതലയുടെ നിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെ അവിടുത്തെ ജനങ്ങളെ കാണാൻ പാടില്ല. ഒന്ന്, അങ്ങനെ ആ അവകാശം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ
ഏത് ന്യായീകരണവും കൊണ്ടുവന്ന് അതിൻ്റെ യഥാർത്ഥ അവകാശ നിഷേധത്തെ മൂടി വയ്ക്കാൻ തയ്യാറാകും. അതിന് എത്ര ലജ്ജാശൂന്യമായും തങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പറഞ്ഞത്. ശ്രീ ജോർജ് കുര്യൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കുമ്മനം രാജശേഖരനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹം ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ BJP ആഫീസ് ആക്രമിക്കപ്പെടുന്നില്ലേ, അതുകൊണ്ട് അതുപോലെയല്ലേ അവിടെ ചെന്നത്. അതുപോലെ നിങ്ങളുടെ സംഘി ഭടന്മാരുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താ പറയുന്നത്, പണ്ട് ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കൊണ്ടില്ലേ, അതുകൊണ്ട് പിണറായി വിജയനെ തടഞ്ഞത് ശരിയാണെന്ന്. ഇത്തരം വില കുറഞ്ഞ ന്യായീകരണങ്ങളിലേക്കും ന്യായവാദങ്ങളിലേക്കും പോകാൻ തക്ക വിധം പ്രതിരോധത്തിലായിരിക്കുന്നു BJP. ആ പ്രതിരോധമാകുന്നത് RSSൻ്റെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നത് കൊണ്ടാണ്. ശ്രീ ജോർജ് കുര്യൻ്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ RSS എന്ത് വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാലും അതിവിടെ വന്ന് ന്യായീകരിക്കുക എന്ന ഒറ്റ മാർഗമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. തീർച്ചയായും അത്തരമൊരു ദൗത്യ നിർവഹണത്തിൽ എനിക്ക് നിങ്ങളോട് സഹതാപപൂർണമായ അനുഭവമുണ്ട് എന്ന് മാത്രമേ ഇവിടെ പറയൂ. ശ്രീ ജോർജ് കുര്യൻ, കാരണം 60 പേർ, കേവലം 60 പേർ വന്നവിടെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥലത്തേക്ക് ഒരു പോലീസ് സംവിധാനത്തിന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നു. നിയന്ത്രിക്കുന്നത് ആര് എന്ന ധ്വനി, അതിന്റെ വ്യക്തമായ ചിത്രം പകർന്നു നൽകുകയാണ്. 2, ഇക്കാര്യത്തിൽ ഒരു ന്യായീകരണങ്ങളും നൽകാൻ കഴിയാതെ പോകുന്നു. നടപടികൾ പോലും ഈ നിമിഷത്തിലേക്ക് എടുത്ത് ഒരു സൂചന അല്ലെങ്കിൽ വ്യക്തമായ ഒരു നിലപാട് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. ഈ വീഴ്ച ഉൾക്കൊള്ളേണ്ടതല്ലേ? അറുപത് പേരുടെ പ്രകടനം എന്നുള്ളതല്ല ഇവിടെ വിഷയം. അവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ്. ഇവിടെ പറഞ്ഞതുപോലെ ആ പ്രോട്ടോകോളിൻ്റെ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, അപ്പം തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പെട്ടെന്ന് വിളിക്കുക, അദ്ദേഹം തിരിച്ചു പോരുമ്പോഴേ വിളിക്കുകയും ക്ഷമ പറയുകയും ആ കാര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തത്. അപ്പം മനോജ് പറയുന്നത് ശരിയാണ്, പാർട്ടിയുടെ ഒരു രീതി എന്ന ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ക്ഷമ പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു, പാർട്ടിക്ക് വിട്ടുകൊടുക്കേണ്ടിയിരുന്നു. ഇതെനിക്ക് മനസ്സിലാകാത്തത് കോൺഗ്രസ്സുകാർക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. ഉപ്പു ദേവരാജനും അതുപോലെ തന്നെ അജിതയും മരിച്ചു വീണ അവസരത്തിൽ അതെങ്ങനെയും ആകട്ടെ, അത് പ്രതിപക്ഷ നേതാവ് ആദ്യം കയറിയിട്ട് അതിനെ ന്യായീകരിച്ചു. കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, ഭരണകൂടത്തെ എതിർക്കുന്ന എല്ലാവർക്കും വേണ്ടി, ആദർശത്തിന് അതീതമായിട്ട് അവരുടെ മനുഷ്യാവകാശ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയാണ് പ്രതിപക്ഷം. എന്തിനീ ബി ടീമായിട്ട് നിൽക്കുന്നു? അതുപോലെ ഇപ്പം സുരേഷ് ബാബു സാറ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി എവിടെ നിർത്തണം എന്നുള്ള ഒരു പരിധി, അത് പ്രതിപക്ഷം അത് പറയേണ്ടതല്ലേ. ഇനി മറ്റന്നാൾ തുടങ്ങും. ഇത് ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല പറയും അത് വലിയ പിണറായി വിജയൻ്റെ കുഴപ്പമാണ്, പിണറായി വിജയൻ അങ്ങോട്ട് നോക്കിയില്ലായിരുന്നു ഇങ്ങോട്ട് നോക്കിയില്ലായിരുന്നു ഭോപ്പാലിൽ പോയപ്പം എന്ന് പറയുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു ബി ടീം എന്നുള്ള രീതിയിൽ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടാകുന്ന വികാരം ഞാൻ മനസ്സിലാക്കുന്നു, രാഷ്ട്രീയമാണ്. മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരിമിതി പാലിക്കേണ്ടതായിരുന്നു. അപ്പം മനോജ് എന്ത് പറഞ്ഞാലും അത് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ മാർക്സിസ്റ്റുകാരനായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ പാളിച്ച പറ്റിയിരിക്കുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ക്ഷമ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി അവിടെ സംയമനം പാലിച്ച് കാര്യം അവിടെ സർക്കാർ തലത്തിൽ അവിടെ തീർക്കണമായിരുന്നു എന്ന ആ ഒരു ആരോപണത്തോട് മുഖ്യമന്ത്രി അവിടെ പോലീസ് അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞത് കൃത്യമായി അനുസരിച്ചുകൊണ്ട് അവിടെ മറ്റൊരു പ്രകോപനത്തിൽ നിൽക്കാതെ കേരളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇത് സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ്. കാരണം അവിടെ 40 RSSകാരോ ബജറംഗ് ദളുകാരോ ചാടി തുള്ളി ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തടയുക എന്നത് അവരുടെ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിന് ഇവരുടെ സംസ്കാരം മോശമാണെങ്കിൽ ഇവർക്ക് വിഷമം വരേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി എന്താ അത് നല്ല സംസ്കാരമാണെന്നാണോ പറയേണ്ടത്? മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് പറഞ്ഞത് സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളറിയോ, കഴിഞ്ഞ സെപ്റ്റംബർ 18 ഈ BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് മീനാക്ഷി ലേഖിയും അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി H. രാജയും ഉൾപ്പെടെയുള്ള 4-5 MPമാരും അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം കേരളത്തിൽ ഇവർ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ ഇവർക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതെന്നാണല്ലോ. കണ്ണൂർ ജില്ല സന്ദർശിച്ചു. എവിടെയാണ് പോയത്? മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വരെ അവിടെ പോയിട്ട് അവർ സ്വതന്ത്രമായി സഞ്ചരിച്ചു, സ്വതന്ത്രമായ ആളുകളെ കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ ഗവർണർക്ക് വന്ന് നിവേദനം കൊടുത്തു.
ആരെങ്കിലും തടഞ്ഞോ? അവിടെ നിങ്ങൾ പറയുന്നത് മാർക്സിസ്റ്റ് ഗ്രാമങ്ങളാണ്, പാർട്ടി ഗ്രാമങ്ങളാണ്, അവിടെ മറ്റൊരാളെയും പ്രവേശിക്കില്ല എന്ന്. അവിടെ പിണറായി വോട്ട് കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അവിടെയുള്ള 10 ആളും നിരന്ന് നിന്ന് ഓരോ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും MP ആ ഭാഗത്തേക്ക് പോവോ? ശ്രീ ജോർജ് കുര്യൻ അങ്ങനെ നിങ്ങൾ കയ്യൂക്ക് കൊണ്ട് കാര്യങ്ങൾ തിണ്ണമെടുക്കുക എന്ന് പറയേണ്ടി വരുന്നത്. അല്ല പ്രജീഷേ, ഞാൻ ഉദ്ദേശിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സംസ്കാരമുണ്ടല്ലോ, അവിടെയാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. 2013 ഏപ്രിൽ മാസം 24-ാം തീയതി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ശിവഗിരിയിൽ വന്നപ്പോൾ മനോജിന്റെ പാർട്ടിക്കാര് കരിദിനമാണ് ആചരിച്ചത്. ഒരു മുഖ്യമന്ത്രി വന്നപ്പോൾ കരിദിനമാണ് ആചരിച്ചത്. അതിനു മുമ്പ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ചോദിച്ചത് മനോജിന്റെ വസ്ത്രമല്ല അഴിഞ്ഞു വീഴുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, എന്നോടാണ് ചോദിച്ചത്. ഞാൻ പറയട്ടെ, നഗ്നനാകുന്നുണ്ട് മനോജ്. കാരണം അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ 2009 നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിരുന്നു. എന്താണ് നിങ്ങൾ ഇവിടെയല്ല എഴുതി വെച്ചത്? നരാധമൻ നരേന്ദ്രമോദി കേരളത്തിൽ വരരുത്. എന്ത് ആവേശമായിരുന്നു മനോജ്! ആ സംസ്കാരത്തെയാണ് ഞാനൊന്ന് പറയട്ടെ. കുമ്മനം രാജശേഖരൻ ചോദിച്ചത് ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം? അതാണ് ചോദിച്ചത്. ഭോപ്പാലിൽ എന്താണ് സംഭവിച്ചത്? ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ താങ്കൾ അല്ല എന്റെ പ്രതീക്ഷ അതിൽ നിന്നെല്ലാം പോയി. പ്രതീക്ഷ അത് മാന്യമായിട്ടുള്ള ചർച്ചയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അവിടുന്നെല്ലാം പോയി. 60 RSSകാര് അവര് പറയുന്ന പോലെ ചാടണം. കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് മധ്യപ്രദേശിലെ ജനങ്ങളുടെ സംസ്കാരത്തെയാണ് ചോദ്യം ചെയ്തത്. ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദി ഗുജറാത്തിൽ പോയിട്ട് പറഞ്ഞത് കേരളീയരെ പറ്റി നല്ല വാക്കുകളാണ് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടും അതാണ് അതിന്റെ രാഷ്ട്രീയം. തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും എതിർക്കണം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. BJPക്ക് ഒരു അവസരമാണ്. നരേന്ദ്രമോദിയെ പറ്റി നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ, മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. ഒരു BJPയുമായിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്നാണ് ആരോപണം. ഇവിടെ രാഷ്ട്രീയമാണോ കാണേണ്ടത് ഈ നിമിഷം? പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ വലിയൊരു വിഭാഗം മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ നിന്ന് പോലും ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയമായിട്ടാണോ കാണേണ്ടത്? പിണറായി വിജയൻ അല്ല പോയത്, മുഖ്യമന്ത്രിയാണ് പോയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പരിശോധിച്ചാൽ സുരേഷ് ബാബു. ഇതിനകത്ത് പിണറായി പോയാലും ചെയ്യാൻ പാടില്ല, മുഖ്യമന്ത്രി പോയാലും ചെയ്യാൻ പാടില്ല. എന്താ പിണറായിക്ക് മാത്രം? പിണറായി പോകുമ്പോൾ അദ്ദേഹത്തിനെ തടയാമെന്നാണ് എവിടെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ആ ഒരു മുഖ്യമന്ത്രിയോട് ഒട്ടും ചെയ്യാൻ പാടില്ല. മുഖ്യമന്ത്രി എന്നുള്ളത് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനോടൊന്നും അങ്ങനെയൊന്നും അപക്വമായൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ന്യായീകരിക്കാൻ ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ ശ്രമിക്കുന്നത് പണ്ട് കേരളത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദി വന്നതിൻ്റെ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ഇന്ത്യ രാജ്യത്തെ 10-28 മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വിവാദമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അന്ന് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ഇന്ത്യയുടെ പ്ലൂരാലിറ്റിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു. അപ്പം സ്വാഭാവികമായും അതിനോട് എതിർപ്പുള്ള ആളുകൾ അത്തരം പ്രചരണങ്ങൾ നടത്തും. പക്ഷെ ഒരിടത്തും കേരളത്തിൽ അദ്ദേഹം വന്നപ്പോൾ, കേരളത്തിൽ അദ്ദേഹം ഉണ്ടായ സമയത്ത് ഒരിടത്തും കേരള പോലീസ് ചെന്ന് നിങ്ങൾ അവിടെ പോകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എവിടെ പോകാൻ ആഗ്രഹിച്ചോ അവിടെയൊക്കെ സുഗമമായി പോകാനുള്ള വഴിയൊരുക്കി കൊടുത്തത് കേരള പോലീസാണ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ അതിഥിയായിട്ടാണ് അദ്ദേഹം നിന്നത്. നിങ്ങൾ ഇവിടെ പോകാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഭോപ്പാലിലെ ശ്രീ ചൗഹാന്റെ മന്ത്രിസഭ അതിന്റെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു അനുഭവം ശ്രീ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ഉണ്ടായി എന്ന് ശ്രീ ജോർജ് കുര്യൻ പോലും പറയുന്നില്ലല്ലോ.
അപ്പോൾ അതാണ് ആലോചിക്കേണ്ടത്. പ്രതിഷേധിക്കാൻ, അദ്ദേഹത്തിൻ്റെ നടപടിയെക്കുറിച്ച് പ്രചാരവേല നടത്താൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചു എന്നല്ലാതെ ഭരണഘടനാ പ്രകാരം അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം ശ്രീ നരേന്ദ്രമോദിക്ക് ഒരിടത്തും നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ പ്രോട്ടോകോൾ ലംഘനമില്ലാതെ കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. യെസ്, ശ്രീ രാജേഷ്, ഇവിടെ പരിശോധിച്ചാൽ, കാരണം അവിടുത്തെ ചിത്രങ്ങളടക്കം അവിടുന്നുള്ള മലയാളി അസോസിയേഷൻ പ്രതിനിധികളൊക്കെ എന്താണ് യഥാർത്ഥ വസ്തു എന്ന് ബോധ്യപ്പെടുത്തി പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. അവിടെ വ്യക്തമായ വീഴ്ച, പോലീസ് ഒരു ഈ വിഷയത്തെ ഒരുപക്ഷെ ഒരു മുൻവിധിയോടുകൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സമീപനം, പോലീസ് എന്ന് പറയുന്നത് ജോർജ് കുര്യൻ പറയുമ്പോഴും അത് അവിടുത്തെ സംവിധാനമാണ്, ഭരണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു വിഭാഗമായ പോലീസ് ഒരു ബോധപൂർവമായ ഒരു ഇടപെടൽ അവിടെ നടത്തിയെന്ന് വ്യക്തമാവുന്നുണ്ടോ? അല്ല, അങ്ങനെ വേണേൽ സംശയിക്കാം. കാരണം മധ്യപ്രദേശ് എന്ന് പറയുന്ന വേറൊരു രാജ്യമല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. അവിടെ ഭരിക്കുന്ന BJP. പക്ഷേ BJP ഇക്കാര്യത്തിൽ കുറെ കൂടി സഹിഷ്ണുത കാണിക്കണം. കാരണം അവർ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ അവർ അധികാരത്തിരിക്കുന്നു. ഇന്നിത് മധ്യപ്രദേശിൽ ഉണ്ടായി, നാളെ അവർ ഭരിക്കുന്ന വേറൊരു സംസ്ഥാനത്തിലുണ്ടാകും. ഇതിപ്പോൾ ഇന്ത്യയിലെ മറ്റ് പാർട്ടികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത് അതായത് ഓരോരോ സ്ഥലത്തും അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനം ഉണ്ടാകും. അതിന് അവരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? അന്നേരം ഇതിൻ്റെ അകത്ത് പോലീസിൻ്റെ വീഴ്ച, അതിൻ്റെ അകത്ത് രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്ന ശ്രീ ജോർജ് കുര്യൻ്റെ വാദത്തോടും എനിക്ക് യോജിപ്പില്ല. ഇത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞു, നല്ല കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഇപ്പം തന്നെ അവസാനിപ്പിക്കേണ്ട രാഷ്ട്രീയമാണ്. യെസ്, ശ്രീ PM മനോജ്, ആ രാഷ്ട്രീയം കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപക്ഷെ ഈ ദേശീയ തലത്തിൽ പ്രദർശനങ്ങൾ വരുന്നു, നിങ്ങൾ നടത്തുന്ന വേട്ടയാടലുകൾ, CPM നടത്തുന്ന വേട്ടയാടലിനെ കുറിച്ച് ദില്ലിയിലടക്കം വലിയ മൈതാനങ്ങളിലൊക്കെ തന്നെ പ്രചരണം വരുന്നു, ചെറിയ വിഷയങ്ങൾ പോലും ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ വരുന്നു. ഇതിനൊക്കെ ഒരു പിന്നിൽ കാരണം ഉന്നയിച്ചിരിക്കുന്നത് അവിടെ ബജ്രംഗ് ദളായാലും RSകാരായാലും മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആഞ്ഞു പറഞ്ഞിരുന്നത് RSSകാരെ വേട്ടയാടുന്നു. ഈ വിഷയം ഒരു ദേശീയ തലത്തിലേക്ക് ചർച്ചയാകുക എന്നൊരു അജണ്ട ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വിഷയത്തിൽ അത് ഇന്ന് തുടങ്ങിയതല്ല. ഇവർ അമിത്ഷാ BJP അധ്യക്ഷനായ ഉടനെ ഡൽഹിയിൽ ഒരു പ്രദർശനം നടത്തി. 10-50 പേരുടെ ചിത്രം വെച്ചു. ആ ചിത്രം വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ മാർക്സിസ്റ്റുകാരെ കൊല്ലാൻ ബോംബുണ്ടാക്കുമ്പോൾ മരിച്ച 6 പേരുടെ ചിത്രവും കൂടി ബലിദാനി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അപഹാസ്യരായവർ. ഇപ്പോൾ കഴിഞ്ഞ ഡൽഹിയിൽ കേരളത്തിലാകെ മാർക്സിസ്റ്റ് അക്രമം, ഇവിടെ ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് ഡൽഹിയിൽ AKG ഭവന് നേരെ ഇവർ അക്രമം നടത്തുകയാണ്, അക്രമാസക്തമായ സമരം നടത്തുകയാണ്. ആ സമരം നടക്കുമ്പോഴാണ് കേരളത്തിൽ പിണറായിയിൽ മോഹനൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട കള്ളുഷാപ്പ് തൊഴിലാളിയെ ആ കള്ളുഷാപ്പിൽ കയറി ഇവർ വെട്ടിക്കൊല്ലുന്നത്. ഇപ്പം തന്നെ നരേന്ദ്രമോദി ശിവഗിരിയിൽ വന്നപ്പോൾ കരിദിനം ആചരിച്ചു എന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നോ? അത് കഴിഞ്ഞ് അദ്ദേഹം തിരുത്തി, വേറെ ഏതോ കാലത്താണെന്ന്. നരേന്ദ്രമോദി ശിവഗിരിയിൽ വന്നപ്പോൾ കൃത്യമായി ആ ശിവഗിരി പരിപാടിയിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട ആളാണ് ഞാൻ. അവിടെ അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്തോ പറയട്ടെ, അവിടെ ശിവഗിരിയിൽ നരേന്ദ്രമോദിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രീതിയിലോ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ തടയുന്ന രീതിയിലോ ഒരു പരിഹാസമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഉണ്ടായിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി പ്രതിഷേധിക്കപ്പെടേണ്ട ആളല്ല എന്ന ധാരണ വേണ്ട. നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരഹത്യയാണ് ഗുജറാത്തിൽ നടന്നത്. അതിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ആളാണ്. എങ്ങനെ ഒഴിവായെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ രാഷ്ട്രീയമായ പ്രതിഷേധങ്ങളുണ്ടാവും. ആ രാഷ്ട്രീയമായ പ്രതിഷേധവും ഒരു ഗവൺമെൻറ് ബോധപൂർവം അതിൻ്റെ മെഷീനറി ഉപയോഗിച്ച് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി തടയുന്ന ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമായ ഒരു നടപടി, അതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുമെന്നതാണ് പ്രശ്നം. അത് നിങ്ങൾ ന്യായീകരിക്കുന്നില്ല. പകരം നിങ്ങളെന്താ പറയുന്നത്? നേരത്തെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ടുണ്ട്, അന്നേരം നിങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട്, പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടെന്ന്. അത് ഇനി ഒട്ടിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദിയുടെ തെറ്റായ രാഷ്ട്രീയ നടപടികൾക്കെതിരെ ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പോലും അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഈ നോട്ട് ദുരന്തത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കറിയോ മിസ്റ്റർ ജോർജ് കുര്യൻ? വളരെ മോശമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. അതും ഞങ്ങൾ വിളിച്ചു പറയും. ഞങ്ങൾ മാത്രമല്ല, ജനങ്ങളാകെ പറയും. അതുകൊണ്ട് നരേന്ദ്രമോദി ഇവിടെ വരാൻ പാടില്ല എന്നോ, ഇവിടെ കേരളം CPM ഭരിക്കുന്നത് കൊണ്ട് BJPയുടെ MP മാരും BJPയുടെ മന്ത്രിമാരും മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിമാരും ഇവിടെ വരാൻ പാടില്ലെന്നോ അവർക്ക് സ്വതന്ത്രമായ ആശയവിനിമയം ഇവിടുത്തെ ജനങ്ങളുമായി നടത്താൻ പാടില്ലെന്നോ ഉള്ള ഒരു നിലപാടെടുത്താൽ അതിനെയാണ് ഫാസിസ്റ്റ് നിലപാടെന്ന് പറയുന്നത്. അതാണ് നിങ്ങളിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. ശ്രീ ജോർജ് കുര്യനിലേക്ക് മറുപടിയിലേക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോർജ് കുര്യൻ, കാരണം പറയുന്ന ന്യായീകരണങ്ങൾ പോലും അപക്വമായി മാറുകയാണ് ഈ വിഷയത്തിൽ. കാരണം കുമ്മനമടക്കം നടത്തിയത് ഇനി എന്തായാലും വീഴ്ച സംഭവിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റ് പറയുകയല്ലേ നല്ല ബുദ്ധി. അതായത് ഇനിയും പ്രതികരണങ്ങളിലേക്ക് പോയി ഇക്കാര്യം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുറിവ് കൂടുതൽ വ്രണമാക്കുകയാണോ നിങ്ങൾ? അല്ല പ്രജീഷേ, ഈ ചൗഹാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തയാളിനെ എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം ക്ഷമ പറഞ്ഞിരിക്കുന്നു. ഒബാമയെ അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ക്ഷമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജ്യം അംഗീകരിച്ചു. സാധാരണ മനുഷ്യർ അങ്ങനെയാണ് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ. ഇതിവിടെ ശ്രീ സുരേഷ് ബാബുവിൻ്റെ മറുപടിയാണ് ക്ലാസിക്. കാരണം അവിടെ ഗുജറാത്തിൽ ചില കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്. നരേന്ദ്രമോദി വന്നപ്പോൾ എതിർത്തത്. ഷിബു ബേബി ജോൺ, ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി വേറൊരു മുഖ്യമന്ത്രിയെ പോയി കണ്ടപ്പോൾ അയാളെ ഇവിടെ രാജിവെക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. അതിൽ കൂടുതൽ അപമാനമുണ്ടോ ഈ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന്? ഒരു മുഖ്യമന്ത്രിയെ പോയി ഒരു മന്ത്രി കണ്ടപ്പോൾ പരസ്യമായിട്ട്. അതുപോലെ തന്നെ ഈ പിണറായി വിജയൻ ആരാണെന്ന് മധ്യപ്രദേശിലുള്ളവർക്കറിയാം. വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ 3ാമത്തെ പ്രതിയാണ്. കേരളത്തിൽ മുഴുവൻ BJP-ക്കാരെ കൊന്നൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. അവിടെ അറിയാം. അപ്പോൾ ഗുജറാത്തിലെ ജനങ്ങളാണ് അവിടെയുള്ളവരെ തിരഞ്ഞെടുത്തത്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം അത് അവിടെ കൊല്ലുന്നയാളാണ്, അംഗീകരിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. അത് അംഗീകരിക്കാതിരിക്കാൻ അവിടെയുള്ളവർക്ക് അവകാശമില്ലേ? അതാണ് മനോജ് അതുപോലെ പറഞ്ഞ പോലെ മീനാക്ഷി ലേഖി ആ പിണറായി വിജയൻ്റെ തൊട്ടടുത്ത് പോലും വീട്ടിൽ പോലും വന്നു. അത്ര ഭീകരമായിട്ടുള്ള സ്ഥലത്ത് പോലും വന്നു എന്നാണ് മനോജ് പറഞ്ഞത്. അപ്പം മനസ്സിലാവുമല്ലോ ഏതാണ്ട് ഈ അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അവസരമാണ് ഇതൊക്കെ പറയാൻ വേണ്ടി. ഞാൻ തിരുത്തി പറഞ്ഞില്ല. ഏപ്രിൽ മാസം 24-ാം തീയതി ശിവഗിരിയിലും അതുപോലെ തന്നെ അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് 2009-ലും വന്നപ്പോൾ എത്ര ആക്ഷേപകരമായിട്ടുള്ള ഗുജറാത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഒരു അവസരമാണ്. അത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രിയോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ, DGP നേരിട്ട് ചെന്ന് കഴിഞ്ഞ സമസ്ത അപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാന്യമായിട്ട് അംഗീകരിച്ചുകൊണ്ടൊരു മുഖ്യമന്ത്രി അവിടെ അവസാനിപ്പിക്കേണ്ടിരുന്നു. മനോജ് എന്തും പറഞ്ഞോട്ടെ, അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അത് രാഷ്ട്രീയമാണ്. ഇത് മാന്യതയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ അവസരം മുതലെടുക്കുക തന്നെ ചെയ്യും. A ടീമും B ടീമും അനിയം ബാബയും ചേട്ടയും ബാബനും കൂടെ എതിർക്കട്ടെ. ഞങ്ങൾക്കിത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അവസരമാണ്. ഞങ്ങളെല്ലാം തുറന്നു പറയും, യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ R പിള്ള, മലയാളി അസോസിയേഷൻ്റെ പ്രതിനിധി ടെലിഫോൺ ലൈനിൽ. ശ്രീ R പിള്ള, നിങ്ങൾ സംഘടിപ്പിച്ച പരിപാടി അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ വെളിയിൽ ഈ പറയുന്ന രീതിയിൽ പോലീസ് മുഖ്യമന്ത്രിയെ വഴിതിരിച്ച് വിടാൻ പറ്റുന്ന തരത്തിലേക്ക് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായിരുന്നോ? യഥാർത്ഥ വസ്തുത എന്താണ്? യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഒരു കക്ഷി രാഷ്ട്രീയവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന മലയാളി അസോസിയേഷനാണ് ഭോപ്പാലിലുള്ളത്. ഈ പറയാ, ടെലിവിഷൻ ഓഫ് ചെയ്തിട്ട് ടെലിവിഷൻ ഈ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. ടെലിവിഷൻ ദയവായി ഓഫ് ചെയ്യുക. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ആദരിക്കുക എന്ന് മാത്രമായിരുന്നു സംഘടനയുടെ ഉദ്ദേശം. ആ രീതിയിൽ സംഘടന പ്രവർത്തനത്തിൽ ഇടപെട്ട് സ്റ്റേജ് ഒരുക്കങ്ങളുമായിട്ട് ഞാൻ പിന്നെ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ ഒരു 5:20 ആയപ്പോഴാണ് അവിടുന്ന് ഒരു മെസ്സേജ് വരുന്നത്, എന്തോ സുരക്ഷാ കാരണങ്ങളാല് മുഖ്യമന്ത്രിക്ക് ഈ സ്ഥലത്ത് എത്താൻ കഴിയുന്നില്ലെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നടന്ന സംഭവങ്ങളെ പറ്റിയൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ പിറ്റേന്ന് ഇന്നത്തെ പത്രം വായിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്രീ PM മനോജ്, അതായത് പോലീസ് വിചാരിച്ചാൽ പരിഹരിക്കാൻ
കഴിയുന്ന ഒരു സിറ്റുവേഷൻ മാത്രം, ആ സിറ്റുവേഷൻ ആ രീതിയിൽ ഇടപെടൽ നടത്താതെ പോലീസ് സംവിധാനം മുഴുവൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത് ബോധപൂർവമാണോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. അതാണ് ബോധപൂർവമായ ഇടപെടലില്ലെങ്കിൽ അത് നടക്കില്ല. കാരണം 40, 50, 60, 70 ആയിക്കോട്ടെ, അങ്ങനെ നിയമം ലംഘിക്കുന്ന കുറേ തെമ്മാടി കൂട്ടം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തെ മാറ്റി നിർത്തുക. ഇപ്പം അതിൻ്റെ ഭാരവാഹി തന്നെ ഇതൊന്നും കണ്ടിട്ടില്ല, അവരെ അറിയിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടെന്ന്. അതിനു മുമ്പ് അവരുടെ അതിഥിയായെത്തിയ മുഖ്യമന്ത്രിയെ അറിയിച്ചെന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ വിചിത്രമാണ്. അതായത് ഇപ്പം ശ്രീ ജോർജ് കുര്യൻ മോഡി വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ മോഡി വന്നപ്പോൾ ഈ വികാരമൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. മോഡി ഗുജറാത്ത് കൂട്ടക്കൊലയിൽ വംശഹത്യയിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് എന്നുള്ള വികാരം ഉണ്ട്. സ്വാഭാവികമായി എനിക്ക് ആ വികാരം ഞാൻ പ്രകടിപ്പിക്കും. പക്ഷേ ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ അത് മോഡി വരുന്നത് തടയാനുള്ള എൻ്റെ അവകാശമല്ല. അങ്ങനെ ഞാൻ തടയാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ തടയാനുള്ള അവകാശം, എന്നെ തടയാനുള്ള അധികാരം കേരളത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. അങ്ങനെ ഇപ്പോൾ UDF ഭരിച്ചപ്പോൾ, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴായാലും, സഖാവ് അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴായാലും, അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നതെങ്കിൽ ശരിയാണെന്ന് പറയാം. ഇവിടെ മോഡി പലതവണ വന്നു, ഇതുപോലെ മീനാക്ഷി ലേഖി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു, ഇവരുടെ കേന്ദ്രമന്ത്രിമാർ വന്നു, സംസ്ഥാന മുഖ്യമന്ത്രിമാർ വന്നു, കോഴിക്കോട് പല കടയിലും കയറി പൊറോട്ട കഴിച്ചു. അന്നേരമൊന്നും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രശ്നം ഇല്ലാതിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയത് കൊണ്ടാണ്. അങ്ങനെ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിവില്ലാത്ത ഒന്നാണ് മധ്യപ്രദേശിലെ BJP നയിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് ശ്രീ ജോർജ് കുര്യൻ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? അതായത് മധ്യപ്രദേശിലെ ഈ 60, 50, 100 ഈ ഹൂളിഗാൻസാണ് അവിടുത്തെ ഭരണകൂടം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതെന്ന അവസ്ഥ, അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം നിയന്ത്രിക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞു, അതുകൊണ്ടല്ല അവസാനിപ്പിക്കണമെന്ന്. മാപ്പ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി രാജിവെക്കണം, ശിവരാജ് സിംഗ് ചൗഹാൻ രാജിവെക്കണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ഇനിയിപ്പോൾ BJPക്കകത്ത് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും പുറത്ത് അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ശ്രീ ജോർജ് കുര്യൻ അങ്ങനെയും പറയുന്നത് കേട്ടു. ഇപ്പോഴുള്ളത് BJPയുടെ അതിനെ നയിക്കുന്ന RSSൻ്റെ ഫാസിസ്റ്റ് അജണ്ട പുറത്തു വന്നിരിക്കുന്നു. അതൊരു അപകട സൂചനയാണ്. ഇനിയും ഇത് സംഭവിക്കാം. ഇനി ശ്രീ ജോർജ് കുര്യനും മനസ്സിലാക്കിക്കോ, ചിലപ്പോൾ മലയാളി എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാര്യാലയത്തിൽ കയറ്റില്ല, ഇങ്ങനത്തെ അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് മലയാളികൾക്കാണ് അപമാനം, മലയാളികളുടെ അഭിമാനബോധത്തിന്, സ്വത്വത്തിലാണ് അടിയേറ്റിരിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കിക്കോ. ശ്രീ സുരേഷ് ബാബു, മലയാളി അല്ലെങ്കിൽ കേരളത്തെ അല്ലെങ്കിൽ മൂന്നാംകിട ആ സമീപനത്തിലേക്ക്, കാരണം നിങ്ങൾ സർവകക്ഷി സംഘം ദില്ലിയിലേക്ക് പോകുന്നു ഒരു വിഷയത്തിൽ, കാതലായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട്. ഞാൻ പല ഘടകങ്ങൾ ഒരുപക്ഷെ ചൂണ്ടിക്കാട്ടുകയാണ്. ചെല്ലുമ്പോൾ എടുത്ത സമീപനങ്ങൾ, അതിനുശേഷം പല ഘടകങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇത്തരം ഇടപെടൽ ഓരോന്നായി വരുന്നതും മുൻവിധിയോടുകൂടിയുള്ള ചില സമീപനങ്ങളുടെ ഭാഗമായിട്ടാണോ, എങ്ങനെയാണ് ആ അർത്ഥത്തിൽ നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, കേരളത്തില് UDF ഭരിച്ചപ്പോഴായാലും LDF ഭരിച്ചപ്പോഴായാലും ഒരു വിധത്തിലും ഒരു അന്യ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളും അല്ലെങ്കിൽ സാധാരണക്കാരെ പോലും വഴിതടയുന്ന പ്രകടനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അവരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് തടയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിമാർക്ക് മാപ്പപേക്ഷിക്കേണ്ടുന്ന ഒരു സ്ഥിതിയും വന്നിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയോട് മാപ്പ് പറഞ്ഞാൽ തീരണ്ടേ എന്ന് ചോദിച്ചാൽ അത് തീരേണ്ടത് അങ്ങനെയല്ല. അദ്ദേഹം പങ്കെടുക്കേണ്ടുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം പോകേണ്ടുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നില്ല. മാപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അത് ഉടനെ തന്നെ പോകാം, നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, താങ്കൾ ക്ഷമിക്കണം, സ്വല്പം സമയം വൈകിപ്പോയതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാൻ ജോർജ് കുര്യന് കഴിയുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ ഈ കാര്യം പറയേണ്ടി വരും, ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും ഞങ്ങൾക്കറിയാം. ശ്രീ വി എസ് രാജേഷ്, ഇവിടെ ഈ എല്ലാവരും പറയുന്ന പോലെ നിഷ്പക്ഷമായി നോക്കിക്കണ്ടാൽ ഈ വിഷയത്തിൽ ഒരു മുൻവിധിയോടുള്ള ദേശീയ തലത്തിൽ തയ്യാറാക്കിയ ഒരു ഫ്രെയിം വർക്ക് ഇക്കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആണോ ഈ ഭോപ്പാലിലടക്കം കണ്ടത്? കാരണം ഈ കേരളത്തിലെ ഓരോ വിഷയങ്ങളും ദേശീയ തലത്തിലേക്ക് ചർച്ചയാക്കുന്നു. ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പോരാളിയായി ഇവർ സൂചിപ്പിക്കുന്ന പോലെ അവരെ കാണുന്നു. ആ അർത്ഥത്തിലൊക്കെ ഇതിനൊരു രാഷ്ട്രീയമായ
എന്ത് അംശം, ഒരു അടിയൊഴുക്ക് എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, ഇതിനകത്ത് ആദ്യം നേരത്തെ അവിടുത്തെ സംഘാടകൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല. അങ്ങനെ അല്ലാത്തൊരു പരിപാടിയിലേക്കാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്നത്. ഇനി അദ്ദേഹം ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പോയാലും, അദ്ദേഹം അവിടെ ഒരു രാഷ്ട്രീയ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്, അവിടെ പോയാലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണെങ്കിലും സംസാരിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയം കൊണ്ടുവരിക ചെയ്തു. അത് ആര് കൊണ്ടുവന്നു? ഞാൻ ജോർജ് കുര്യൻ്റെ പാർട്ടിയെ തള്ളി പറയുകയോ അല്ല അദ്ദേഹത്തോട് തർക്കിക്കുകയല്ല. ഇത് ഈ ദേശീയ തലത്തിലൊരു ഫ്രെയിം വർക്ക് ഉണ്ടോ എന്ന താങ്കളുടെ ചോദ്യത്തോട് എനിക്കറിയത്തില്ല. പക്ഷേ കേരളത്തിൻ്റെ കാതലായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രി, അത് ഉമ്മൻചാണ്ടി അല്ല, പിണറായി വിജയൻ ആരോ ആയിക്കോട്ടെ, ഹൂവർ ഇറ്റ് മേ ബി, കേരള മുഖ്യമന്ത്രി സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ, കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ട് അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിന് തയ്യാറായില്ല. അന്നേരം അതൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ അസഹിഷ്ണുത BJP ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അത് തിരുത്തേണ്ടത് അവരല്ലേ? പക്ഷേ ഇതിപ്പോൾ BJPയോട് യോജിക്കുന്നവർക്ക് പോലും ഒരു മലയാളിയാണെങ്കിൽ ഇതൊരു അപമാനം തന്നെയാണ്. അതിലൊരു അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവരാണ് ഉത്തരം നൽകേണ്ടത്. ശ്രീ ജോർജ് കുര്യൻ, അതായത് സംഘപരിവാർ, ബജറംഗ് ദളോ, ശ്രീരാമസേനയോ, അങ്ങനെ ഒരുപാട് ഹനുമാൻ സേന അടക്കം ഇങ്ങനെയുള്ള ചെറു ഘടകങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്നു. അവസാനം തന്ത്രപരമായ നിലപാട് BJP പൊതുമധ്യത്തിലേക്ക് എടുക്കുന്ന ഒരു സമീപനം, ഇവിടെയും അതാണോ കണ്ടത്? അല്ല പ്രജീഷ്, ഈ ഹനുമാൻ സേന എന്ന് പറയുന്ന BJPക്ക് എതിരായിട്ടുള്ളത്. എല്ലാ സേനകളുടെയും പേര് അങ്ങനെ പറയണ്ട. പ്രജേഷ് പക്ഷേ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിലേക്കാണ് വന്നത്. നമ്മുടെ സർവകക്ഷി യോഗം, കക്ഷി സംഘം ചെന്നപ്പോൾ പണ്ട് മോഡിയെ നോക്കരുത്, നമ്മുടെ ബേബി ജോണിൻ്റെ മകൻ പോയ അവസരത്തിൽ അതിനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ, ഞങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും പരിഹരിക്കേണ്ട, മോഡിയെ കണ്ടാൽ മതി. കാരണം അന്ന് പ്രശ്നം പരിഹരിക്കുമായിരുന്നു. സഹകരണ സംഘത്തിൻ്റെ പ്രശ്നം അന്ന് പരിഹരിക്കുമായിരുന്നു. മുഖ്യമന്ത്രി, ഫിനാൻസ് മിനിസ്റ്റർക്ക് ഡയറക്ഷൻ കൊടുത്തു. KYCയും അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ പരിശോധനയും ഉണ്ടെങ്കിൽ അനുവദിക്കാൻ കേരളത്തിൽ പ്രത്യേകമായിട്ട് പരിഗണിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് പോയില്ല. അതാണ് പറഞ്ഞത്. എങ്ങനെയാണ് മാറുന്നത്? ഇപ്പോൾ പറയുന്ന ഞങ്ങൾക്ക് മോഡിയെ കണ്ടാൽ മതി, വേറെ വിഷയമൊന്നും പരിഹരിക്കേണ്ട, മോഡിയെ കണ്ടാൽ മതി, ഇടയ്ക്കിടയ്ക്ക് മോഡിയെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഷിബു ബേബി ജോൺ പോയപ്പോൾ പറഞ്ഞത്, നിങ്ങളെന്തിനാണ് പോയി കണ്ടത് ഇങ്ങനെ ഒരു മനുഷ്യനെ, അതുകൊണ്ട് നിങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്നാണ് പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത് ഈ ശിവരാജ് സിംഗ് ചൗഹാൻ? ഞാൻ ചോദിച്ചത് അദ്ദേഹം രാജിവെക്കണോ, അദ്ദേഹത്തെ പുറത്താക്കണോ? അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു. മനോജിന് പറയാം, ഞാൻ അംഗീകരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന് പറയാം. പക്ഷേ മുഖ്യമന്ത്രി അവിടെ അവസാനിപ്പിക്കേണ്ടിരുന്നു. കാരണം ഇതിൽ കൂടുതൽ ഇത്രയും പെട്ടെന്ന് അപ്പം തന്നെ ഇടപെട്ടു, ക്ഷമ പറഞ്ഞു. സുരേഷ് ബാബു സാർ പറഞ്ഞതുപോലെ അവസരം ഉണ്ടാക്കി കൊടുത്തു. ജനാധിപത്യപരമായ മാന്യതയെക്കുറിച്ചും അതുപോലുള്ള പെരുമാറ്റ രീതിയെക്കുറിച്ചും ഒക്കെയാണല്ലോ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞത്. അവിടെ ഇന്നലെ രാവിലെ സാധാരണ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് പോയാൽ അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് അനൗപചാരികമായൊരു കൂടിക്കാഴ്ച നടത്തും. അത് പതിവാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇന്നലെ നിശ്ചയിച്ചിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു അത് നടക്കില്ല എന്ന്. ആദ്യത്തെ അവമാനം. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇദ്ദേഹം പറയുന്നത് ഇതെന്ത് രാജഭരണം, ദർബാറിൽ പോയിട്ട് മോഡിയെ മുഖം കാണിക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർവകക്ഷി പ്രതികളും പോകേണ്ടതെന്ന്. അതൊന്നുമല്ലല്ലോ ജനാധിപത്യമല്ലേ രാജ്യത്ത്. ആ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനാ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളാണ് നരേന്ദ്രമോദി. എന്തായാലും 31% വോട്ടാണെങ്കിലും നരേന്ദ്രമോദി BJP ജയിക്കുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് ഒരു ഫെഡറൽ ഘടന നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും കാണാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണഘടനയോടും അന്തസ്സിനോടും ജനാധിപത്യത്തോടുമുള്ള അവഗണനയോ അവഹേളനമോ ആണ് എന്ന് പറയാൻ മറ്റുള്ളവർക്ക് അവകാശമില്ലേ? അതല്ലേ ശരി? അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിങ്ങളെന്താ പറയുന്നത്? മോഡിയെ പണ്ട് കാണണ്ടെന്ന് പറഞ്ഞു വന്നു. മോഡിയുടെ നേതൃത്വത്തിൽ അവിടെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ നിങ്ങൾ കൊന്നതാണ് എന്ന് പറയുകയും ഇപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് നരേന്ദ്രമോദിയുടെ വീട്ടിലെ കാര്യമല്ല, ഇത് രാജ്യത്തിൻ്റെ കാര്യമാണ്, സംസ്ഥാനത്തിൻ്റെ കാര്യമാണ്. ഇത് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ കാര്യമാണ്, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. ഈ കാര്യം കേരളത്തെ കേൾക്കാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ജനാധിപത്യ നിഷേധം, അവിടെയാണ് ഫാസിസ്റ്റ് സ്വഭാവം. ആ സ്വഭാവം ചൂണ്ടിക്കാണിക്കുമ്പോഴും നിങ്ങൾ പണ്ടത്തെ മോഡിയുടെ കഥ ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ആ കൊലപാതകങ്ങളെക്കുറിച്ച്, മറ്റേ വയറ്, ശൂലം, കരച്ചിൽ, ഇതൊക്കെ ഇപ്പോഴും നമ്മളെല്ലാ ജനങ്ങളാകെ ഓർമ്മിക്കണം എന്ന് ഇങ്ങനെ നിരന്തരം ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ആ രീതിയിലാണെങ്കിൽ നല്ലതാണ്. മോഡിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ അമിത്ഷയുണ്ട്, അവരുടെ നേതൃത്വത്തിൽ നടന്ന നൃശംസതകൾ അതൊക്കെ വീണ്ടും ജനങ്ങൾ ഓർമ്മിക്കാൻ ഇത് സഹായകമാകും.
യെസ് യഥാർത്ഥ പോയിന്റിലേക്ക് വന്നു. കാരണം നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഏറ്റുമുട്ടലിന്റെ പേരിൽ കോടതി കയറിയിട്ടുണ്ട്. ഇവിടെ കുപ്പു ദേവരാജനെ കൊന്നതിന്റെ പേരില്, അജിതയെ കൊന്നതിന്റെ പേരില് ഈ പിണറായി വിജയനെ തീർച്ചയായിട്ടും വിചാരണ ചെയ്യേണ്ടതല്ലേ? ഇത് രണ്ടും ഒരുപോലെയല്ലേ? അതുപോലെ പിണറായി വിജയൻ കൊലയാളിയാണ് എന്നുള്ളത്, കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നുള്ളത്, നൂറുകണക്കിന് മറ്റ് പാർട്ടിക്കാരെ കൊല്ലുന്നതാണെന്നുള്ളത് ഇന്ത്യയിൽ മുഴുവൻ അറിയാം മനോജ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവിടെ പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ അവകാശമുണ്ട് എങ്കിൽ ഗുജറാത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എങ്കിൽ നൂറുകണക്കിന് BJP-കാരനെയും കോൺഗ്രസ്സുകാരനെയും മുസ്ലിം ലീഗുകാരനെയും കൊല്ലുന്ന കഥകൾ എല്ലാ ദിവസവും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ എത്തുന്നുണ്ട് മനോജ്, പണ്ടത്തതുപോലെയല്ല. അതുകൊണ്ട് ജനങ്ങൾ അറിയുന്നുണ്ട്. അവിടുത്തെ RSSകാരന് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. മനോജിന് മാത്രമല്ല, ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇതുപോലെ ഒരു കൊലയാളി മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുവാനുള്ള, കൊലക്കേസിൽ പ്രതിയായതിനെയാണല്ലോ കൊലയാളി എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയെ നിങ്ങൾ അതുകൊണ്ടല്ലേ പറയുന്നത്? നരേന്ദ്രമോദിയെ പറയുന്നത് പോലെ കൊലയാളി മുഖ്യമന്ത്രി, വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന ആ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള കൊലയാളി മുഖ്യമന്ത്രി, ഓരോ കൊലപാതകവും നടക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ പത്രങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത് കേരളത്തിലാണ്. ഈ തീവ്രവാദികൾ ഉള്ളിടത്ത് പോലും മനോജ് ഇത്രയും കൊലപാതകങ്ങൾ നടത്തുന്നില്ല. സ്റ്റേറ്റുകളും ഈ പറഞ്ഞതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. വെറുതെയുള്ള വിലാപമാണ് ഇവിടെ നടക്കുന്നത്. ചോദിച്ചോളൂ, വെറുതെ വിലപിക്കുകയാണ്. കേരളത്തിൽ നൂറുകണക്കിന് കൊലപാതകം നടക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലെ പത്രങ്ങളിൽ ഇപ്പോൾ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞാൽ പച്ച കള്ളമാണ് ഇദ്ദേഹം ഇവിടെ ഒന്ന് പറയുന്നല്ല. എൻ്റെ അർത്ഥം, ഞാനും രാജേഷെല്ലാം സ്ഥിരമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾ ഈ നൂറുകണക്കിന് കൊലപാതകങ്ങളൊന്നും കേരളത്തിൽ നടക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പച്ച കള്ളങ്ങളാണ് ഇവർ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. ഈ കള്ളം ഇവിടെ കേരളത്തിൽ ഈ ചാനലിൽ വന്നിരുന്നിട്ട് BJP-യുടെ, അതും അദ്ദേഹം ഒരു മാന്യനാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ മാന്യനാണെന്നുള്ളൊരു ധാരണയുള്ള ഒരു നേതാവ് ഇവിടെ വന്നിട്ട് ഇത്രയും പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട RSSകാരാണ് കള്ളം മാത്രം പറയുന്നവർ. അത്തരം ആളുകളെ കുറിച്ച് പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടെന്താ കാര്യം? അതുകൊണ്ട് തന്നെ ഈ വിഷയമൊന്നും അല്ലാന്ന് ഇവർ വെറുതെ പറയുന്നത് ഏറ്റുമുട്ടൽ, കൊലപാതകം എന്നൊക്കെ നമ്മളാരും ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറ്റുമുട്ടലിലേക്ക് പോയി. ഏറ്റുമുട്ടലും കൃത്യമാണ്, ചർച്ച വെക്കാം. ഏറ്റുമുട്ടൽ കൊലപാതകം ഇതാണോ? നരേന്ദ്രമോദിയെ വധിക്കാൻ ആളുകൾ ചെല്ലുന്നു എന്ന വ്യാജ കഥയുണ്ടാക്കി അവിടെ കൗസർ ബി നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം കൊന്നില്ലേ? പ്രാണേഷ് കുമാറിനെ കൊന്നില്ലേ? ഇസസ് ജഹാനെ കൊന്നില്ലേ? ഇങ്ങനെ ഓരോരുത്തരെയും കൊന്നു. ഇത് നരേന്ദ്രമോദിയെ കൊല്ലാൻ വരുന്ന കഥ. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു മനുഷ്യന്റെ വ്യാജ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന കക്ഷി നാട്ടുകാർക്കെല്ലാം അറിയാം. പിന്നെ ഇവിടെ വെറുതെ ഇങ്ങനെ വാടിക്കൽ രാമകൃഷ്ണൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തോ സംഭവിക്കുന്നതായിരിക്കുന്നത്. വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമൊന്നും നിങ്ങൾ നടത്തിയ കൊലപാതകം പോലെയുള്ള കൊലപാതകമൊന്നും ആയിരുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെ വിദ്യാർത്ഥികളെ കൊല്ലാൻ പോയ കേരളത്തിലെ ഇന്നത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ച കേസിൽ ആ സംഭവത്തിന് തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊന്നത്, കൊല്ലപ്പെട്ടത്. അത് ആശുപത്രിയിലാണ് കിടന്നത്. അതുകൊണ്ട് ആ കഥയൊന്നും ഇനി ഓടില്ല. അവസാന ഘട്ടത്തിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. ശ്രീ സുരേഷ് ബാബു, ഇനി ജോർജ് കുര്യൻ ചോദിക്കുന്ന പോലെ ഇനി എന്ത് വേണം? ഇനി ജനങ്ങൾക്ക്, സംസ്ഥാന സർക്കാരിന് മുറിവേറ്റ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ബോധ്യമായ തരത്തിലുള്ള എന്ത് നിലപാടാണ് ഈ സർക്കാരിൻ്റെ, മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്? എന്തായാലും ക്ഷമ നേരിട്ട് വിളിച്ചോ, DGP എത്തിയോ, ചീഫ് സെക്രട്ടറി ഒക്കെ എത്തിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ക്ഷമയിലെത്തി ഇതിനകത്ത് ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനമുണ്ട് എന്ന് ശ്രീ ജോർജ് കുര്യൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടി നയിക്കുന്ന മധ്യപ്രദേശിലെ സർക്കാർ ഇവരെല്ലാം മനസ്സിലാക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്ത് ഒരു പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ശ്രമവും നടത്തുക എന്നതാണ് ഇനിയുള്ള ഒരു മാർഗം എന്നെനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇവിടെ കേട്ടത് രണ്ട് കൊലയാളി പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ കൊലകളുടെ എണ്ണങ്ങൾ വിളിച്ചു പറയുകയും അതിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതൊക്കെയാണ്. അതിലെനിക്കൊരു പങ്കുമില്ല. ഈ കൊലയാളികളുടെ പാർട്ടിയെ നയിക്കുന്ന RSSും CPM-ഉം രണ്ട് കൊലയാളി പാർട്ടികളാണ് എന്ന് അവരുടെ നേതാക്കന്മാർ തന്നെ വിളിച്ചു പറയുന്നതാണ് പ്രേക്ഷക ലോകം കേട്ടത്.
ശ്രീ വി എസ് രാജേഷ്, എന്തായാലും ഈ കയ്യൂക്കിൻ്റെ ബലത്തിലാണെങ്കിൽ ഈ അപകടകരമായ, കാരണം പല സംസ്ഥാനങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റുമുട്ടൽ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളുടെ ഒന്ന് ഫെഡറൽ സംവിധാനം, രണ്ട് രാഷ്ട്രീയ തലത്തിൽ ഇതൊരു എങ്ങനെയായിരിക്കും ഒരു പക്ഷേ മുന്നോട്ട് പോകുക? ഈ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു എല്ലാവർക്കും ബോധ്യമായ തരത്തിലേക്കുള്ളൊരു തിരുത്തൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അത് ഇക്കാര്യത്തിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, ഈ രീതി ഇനി എങ്ങും ആവർത്തിക്കാൻ പാടില്ല. പ്രധാനമന്ത്രി ഇടപെട്ട് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം. ശ്രീ പി എം മനോജ് അങ്ങനെ പ്രതീക്ഷിക്കുമോ, അതോ സംസ്കാരങ്ങൾ തമ്മിലുള്ള ആ ഒരു അന്തരം അത് തന്നെ നിഴലിക്കുമോ? എന്താ സംശയം? 1969 നടന്ന ഒരു കൊലപാതകത്തിൽ ഇല്ലാത്ത കേസിൽ പ്രതികാരം ചെയ്യാനാണ് ഇന്നലെ പിണറായി വിജയനെ അവിടെ തടഞ്ഞത് എന്ന് ഇവിടെ BJPയുടെ വക്താവ് വിളിച്ചു പറയുന്നു. അപ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതക കേസിൽ പ്രതികാരം ചെയ്യാനാണ് മധ്യപ്രദേശിൽ തടഞ്ഞത് എന്നുൾപ്പെടെ ഒരു BJP നേതാവ് വിളിച്ചു പറയുന്ന ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ഈ പാർട്ടി, കുമ്മനം രാജശേഖരൻ്റെ വാക്ക് നമ്മൾ കേട്ടു. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ സുരേഷ് ബാബു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഈ തൃശ്ശൂർ DCC പിരിച്ചുവിട്ടുവെന്നും അതുപോലെ പരസ്പരം കൊന്നത് അവിടെയാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ കെ സുധാകരനെ പുറത്താക്കിയെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നടക്കട്ടെ. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞത് ഇത്തരമൊരു പാർട്ടിയിൽ നിന്ന്, ഈ ഫാസിസ്റ്റ് മനോഭാവം ജീവവായുവാക്കിയ ഒരു പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും ഇതൊക്കെ സെറ്റിൽ ചെയ്ത് എല്ലാവരിലും നന്മ വിടർത്താനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതൊരു സൂചനയാണ്. ഇത് സമഗ്രാധിപത്യത്തിലേക്കുള്ള സൂചനയാണ്. സമയക്കുറവുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, വളരെ ചുരുക്കി മറുപടി 20 സെക്കൻഡിൽ. അല്ല പ്രജീഷേ, ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു പിഴ, അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി ക്ഷമ പറയുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ സമസ്താപരാധവും പൊറുക്കണമെന്ന് നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയോട് ക്ഷമ പറയുന്നു. ഇതിവിടെ അവസാനിക്കേണ്ടതാണ്. അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു വീട്ടുവേലക്കാരിയുടെ മകനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് അദ്ദേഹം ശൂലവുമായിട്ട് ഇറങ്ങിയിട്ട് ഗർഭിണിയുടെ വയറ് വിളർത്തിയിട്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഞങ്ങളുടെ മനസ്സിൽ തറച്ചതാണ്, ഹൃദയത്തിൽ തറച്ചതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങളോട് വിളിച്ചു പറയും, ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കണം ഇത്. കാരണം ഇത് കവിഞ്ഞ് അങ്ങോട്ടൊന്നും ചെയ്യാനില്ല. എല്ലാവരും മാപ്പ് പറഞ്ഞിരിക്കുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ തെറ്റില്. അതുകൊണ്ട് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അവസരമാക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി ശരി. ചർച്ചയിൽ പങ്കുചേർന്ന പി എം മനോജ്, ഒപ്പം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ജോർജ് കുര്യൻ, VS രാജേഷ്, മാധ്യമപ്രവർത്തകൻ ചർച്ചയിൽ പങ്കുചേർന്ന് നന്ദി അറിയിക്കുന്നു.